السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله നിസ്കാരത്തില് സംശയങ്ങൾ വരുന്ന ഭാഗത്തെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ്. ഒരാള് നിസ്കാരം ആരംഭിച്ച് നിസ്കാരത്തില് നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ സംശയിച്ചു. നിയ്യത്ത് നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഫർളാണ്. തക്ബീറത്തുൽ ഇഹ്റാം അതുപോലെ തന്നെ ഫർളാണ്. ഈ തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തുമാകുന്ന ഫർളിൽ ഒരാള് സംശയിച്ചു. ഒരാള് നിസ്കാരത്തില് നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ, ഈ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ഫർളുകളാണ്. ഈ രണ്ട് ഫർളിലും ഒരാൾ സംശയിച്ചു. നിയ്യത്തിലോ അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിലോ അയാൾ സംശയിച്ചു. എന്നാൽ സമയം ദീർഘിക്കുന്നതിന് മുൻപായിട്ട് അയാൾക്ക് അത് ഓർമ്മ വന്നു, ശരിയാണ്, സംശയം വെറുതെയാണ്, ശരിയായിട്ടുണ്ട് എന്ന്. അതല്ലെങ്കിൽ ഒരു ഖൗലിയോ ഫിഇലിയോ ആയ ഒരു ഫർള് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് അയാൾക്ക് ആ സംശയം ഒഴിവായാൽ, സംശയം ദൂരീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അതായത് നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ സംശയിക്കൽ കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാകും. പക്ഷേ ആ സംശയം ഉടനെ തന്നെ മാറി, അല്ലെങ്കിൽ ഒരു ഖൗലിയായ ഫർള്, ഉദാഹരണത്തിന് ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബോധ്യമായി സംശയിച്ചത് വെറുതെയാണ്, ഏതല്ലെങ്കിൽ മറ്റൊരു ഫീലിയായ ഫർള് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി ആ സംശയം വെറുതെയാണ് എങ്കിൽ ബാത്തിലാവുകയില്ല. അല്ലാത്ത പക്ഷം അവന്റെ നിസ്കാരം ബാത്തിലാണ്. നിയ്യത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിലുമുള്ള സംശയം സലാമിന്റെ ശേഷമാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത് എങ്കിലും അവിടെ നിസ്കാരം ബാത്തിലാകും. പക്ഷേ അയാൾ അത് ഓർത്തെടുത്തിട്ടില്ല എങ്കിൽ, ഓർത്തെടുത്തു, ശരിയാണ്, വെച്ച നിയ്യത്ത് ശരിയാണ് എന്ന് ഉറപ്പായാൽ ബാത്തിലാവുകയില്ല. ആ സംശയം ദൂരീകരിക്കൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തില് തന്നെയാണ്. ഇനി ഒരാൾക്ക് സലാമിലാണ് സംശയം. സലാമിൽ സംശയമുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം സലാമിന്റെ ശേഷം അയാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അയാൾ ആ സലാം ആ ഇരുത്തത്തിൽ തന്നെ മടക്കിയെടുത്താൽ മതിയാകും. അതുകൊണ്ട് നിസ്കാരം ശരിയാകും. ഇനി അങ്ങനെ ബാത്തിലാകുന്ന, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നിസ്കാരത്തിന്റെ ശേഷം സംഭവിച്ചു, അതിനുശേഷമാണ് സലാമിലുള്ള സംശയം അയാൾക്ക് വരുന്നതെങ്കിൽ അയാൾ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടി വരും. നേരെ മറിച്ച് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ അയാളിൽ നിന്ന് സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ഓർമ്മ വന്നു, സലാം വീട്ടിയിട്ടില്ല എങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ആ സമയത്ത് തന്നെ സലാം വീട്ടിയാൽ മതിയാകും. അല്ലാത്ത പക്ഷം അയാളുടെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതായിട്ട് വരും. ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.